നമ്മളിനി നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് എൻ എഫ് എ വിത്ത് എഫ്സലോൺ ടു എൻ എഫ് എ വിത്തൗട്ട് എഫ്സലോൺ. അതായത് നമുക്കിവിടെ ഒരു എൻ എഫ് എ തന്നിട്ടുണ്ട്, അതിനകത്ത് എഫ്സലോൺ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണുമ്പോഴേ അറിയാം. ഇനിയിപ്പം ഈ എഫ്സലോൺ റിമൂവ് ചെയ്തിട്ടുള്ള എൻ എഫ് എ ആയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പം ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ എഫ്സലോൺ ക്ലോഷർ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ്. അതായത് ഈ Q0, Q1, Q2 ഉണ്ടല്ലോ, ഈ 3 സ്റ്റേറ്റ്സിൻ്റെയും എഫ്സലോൺ ക്ലോഷർ നമ്മൾ കണ്ടുപിടിക്കണം. എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറയുമ്പോഴത്തേക്ക് Q0യിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്സിലോട്ട് എഫ്സലോൺ പോകുന്നുണ്ടോ, പിന്നെ ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മളിപ്പോൾ Q0യിൽ നിന്ന് Q1ലോട്ട് എഫ്സലോൺ പോകുന്നുണ്ട്, അതേപോലെ തന്നെ Q1ൽ നിന്ന് വേറെ ഏത് സ്റ്റേറ്റിലോട്ടാണോ എഫ്സലോൺ പോകുന്നത് ആ സ്റ്റേറ്റും എന്താണ് Q0യുടെ എഫ്സലോൺ ക്ലോഷർ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ വരും, Q0യുടെ എഫ്സലോൺ ക്ലോഷറിനകത്ത് Q1ഉം വരും, Q2ഉം വരും. പിന്നെ ഈ Q0 എങ്ങനെ വന്നെന്നായിരിക്കും ഒരു ഡൗട്ട്. അതായത് ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫ്സലോൺ ക്ലോഷർ എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. അതായത് ഇപ്പം സെൽഫ് ലൂപ്പായിട്ട് എഫ്സലോൺ കൊടുത്തില്ലെങ്കിൽ കൂടെ എന്താണ് എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറയുന്നത് Q0 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറഞ്ഞിട്ട് Q0 എഴുതും, Q1 എഴുതും, Q2 എഴുതും. മനസ്സിലായോ? അതിനുശേഷം എഫ്സലോൺ ക്ലോഷർ ഓഫ് Q1 അത് വരുമ്പോഴത്തേക്ക് Q1ൽ നിന്ന് Q2ലോട്ട് എഫ്സലോൺ പോകുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും, Q2 വരും. പിന്നെ സെൽഫ് ലൂപ്പ് കൊടുത്തില്ലെങ്കിലും എഫ്സലോൺ ക്ലോഷർ Q1ൻ്റെത് Q1 തന്നെ ആയതുകൊണ്ട് Q1 എഴുതും. അപ്പം എഫ്സലോൺ ക്ലോഷർ ഓഫ് Q1 എന്ന് പറയുന്നത് Q1, Q2 വരും. പിന്നെ Q2ൻ്റെ എഫ്സലോൺ ക്ലോഷർ നമ്മൾ നോക്കുന്ന സമയത്ത് Q2ൽ നിന്ന് പുറത്ത് മറ്റേതൊരു സ്റ്റേറ്റിലോട്ടും എഫ്സലോൺ പോകുന്നില്ല, അതുകൊണ്ട് Q2ൻ്റെ എഫ്സലോൺ ക്ലോഷർ Q2 മാത്രമായിരിക്കും. അപ്പം നമ്മൾ 3 സ്റ്റേറ്റിൻ്റെയും എഫ്സലോൺ ക്ലോഷർ എഴുതിയിട്ടുണ്ട്. Q0യുടെ വരുമ്പോഴത്തേക്ക് Q0, Q1, Q2, Q1ൻ്റെ വരുമ്പോഴത്തേക്ക് Q1, Q2, Q2ൻ്റെ വരുമ്പോൾ Q2. അതിനുശേഷം നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഈ 3 സ്റ്റേറ്റിൻ്റെയും ട്രാൻസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് എഫ്സലോൺ ക്ലോഷർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. del dash of Q0A equal to എഫ്സലോൺ ക്ലോഷർ ഓഫ് del of എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0A. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് താഴോട്ടുള്ള എല്ലാ പ്രോബ്ലംസിനകത്തും ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. അപ്പം ഫസ്റ്റിൽ നമുക്ക് ഈ Q0യുടെ എഫ്സലോൺ ക്ലോഷർ കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ 2 ഇൻപുട്ടുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട് ഇൻപുട്ട്. അപ്പം നമ്മൾ എയും ബിയും വരുമ്പോഴത്തേക്കുള്ള del dash ഓഫ് Q0Aയും del dash ഓഫ് Q0Bയും കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റിൽ del dash ഓഫ് Q0A എഴുതും ഈക്വൽ ടു എഫ്സലോൺ ക്ലോഷർ ഓഫ് del ഓഫ് എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0A. ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ആ ആദ്യമേ അകത്ത് കിടക്കുന്ന എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മളിവിടെ എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ആ വാല്യൂ എടുത്ത് ഇതിനകത്ത് കൊടുക്കും. എഫ്സലോൺ ക്ലോഷർ ഓഫ് del ഓഫ് Q0, Q1, Q2, A ഇതേ കണക്കായിരിക്കും വരുന്നത്. അതിനുശേഷം ഇതിനകത്ത് ഉള്ള ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിന് എല്ലാത്തിനും എ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് യൂണിയനായിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതും. അതായത് del ഓഫ് Q0A യൂണിയൻ, del ഓഫ് Q1A യൂണിയൻ, del ഓഫ് Q2A എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പം അതിൻ്റെ ഓരോന്നിനും നമ്മൾ വാല്യൂസ് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് Q0ക്ക് എ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വാല്യൂസ് ഒന്നുമില്ല, അതുകൊണ്ട് Q5 വരും. Q1ന് എ കൊടുക്കുമ്പം Q1 വരും, Q2ന് എ കൊടുക്കുമ്പം Q1 വരും. അപ്പം നമ്മളുടെ ആൻസർ ഇങ്ങനെ വരും, എഫ്സലോൺ ക്ലോഷർ ഓഫ് Q5 യൂണിയൻ Q1 യൂണിയൻ Q1. അപ്പം അതിന് 3 കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് Q1 കിട്ടും. അപ്പം എഫ്സലോൺ ക്ലോഷർ ഓഫ് Q1 എന്ന് വരും. അപ്പം നമ്മൾ എഫ്സലോൺ ക്ലോഷർ ഓഫ് Q1 നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, Q1, Q2. അപ്പം നമ്മൾ ആ Q1, Q2 ഇവിടെ എടുത്ത് എഴുതും. അതാണ് del dash ഓഫ് Q0A ഈക്വൽ ടു Q1, Q2. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് del dash ഓഫ് Q0B. ഇവിടെ ഇക്വേഷൻ എന്താണ് PDF ആക്കിയപ്പോൾ പോയി, അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെ വരും, എഫ്സലോൺ ക്ലോഷർ ഓഫ് del ഓഫ് എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0, B എന്ന് പറഞ്ഞ് വരും. അപ്പം അതിനകത്ത് എഫ്സലോൺ ക്ലോഷർ ഓഫ് Q0ന് നമ്മൾ Q0, Q1, Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ബി നമ്മൾ ഈ ട്രാൻസിഷനകത്ത് ബി നമ്മൾ യൂണിയൻ ആയിട്ട് ഇട്ടിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം എഫ്സലോൺ ക്ലോഷർ ഓഫ് del ഓഫ് Q0B യൂണിയൻ, del ഓഫ് Q1B യൂണിയൻ, del ഓഫ് Q2B. നമ്മുടെ ഇക്വേഷൻ അങ്ങനെ വരും. അതിനകത്ത് ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കും. Q0ക്ക് B കൊടുക്കുമ്പോൾ Q0 കിട്ടും, Q1ന് B കൊടുക്കുമ്പോൾ Q5 കിട്ടും, Q2ന് B കൊടുക്കുമ്പോൾ Q0 കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂണിയൻ എടുക്കും.
യൂണിയൻ എടുക്കുമ്പോൾ Q0 യൂണിയൻ Q5 യൂണിയൻ Q0 വരും. അപ്പം നമ്മുടെ ആൻസർ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറഞ്ഞ് വരും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Q0 Q1 Q2 ആണ്. അപ്പം നമ്മുടെ വാല്യൂ അവിടെ അങ്ങനെ വരും. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ Q1ൻ്റെ ട്രാൻസിഷൻ കണ്ടുപിടിക്കണം. അപ്പം ഡെൽ ഡാഷ് ഓഫ് Q1A എന്ന് പറയുമ്പോഴത്തേക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1, A ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എന്ന് പറയുന്നത് Q1 Q2 ആണ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് Q1 Q2, A എന്ന് പറഞ്ഞു വരും. എന്നിട്ട് ആ A നമ്മൾ രണ്ട് Q1നും Q2നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് Q1A യൂണിയൻ ഡെൽ ഓഫ് Q2A എന്ന് പറഞ്ഞ് കിട്ടും. അതിനുശേഷം എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 യൂണിയൻ Q1 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. അതായത് ഡെൽ ഓഫ് Q1A എന്ന് വെച്ചാൽ എന്താണ്? Q1, ഡെൽ ഓഫ് Q2A എന്ന് വെച്ച് കഴിഞ്ഞാൽ Q1. അപ്പം നമ്മൾ ആ വാല്യൂ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമ്മളതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ Q1 കിട്ടും. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് Q1 Q2. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡെൽ ഡാഷ് ഓഫ് Q1B എടുക്കും. അപ്പം Q1Bയുടെ ഡെൽ ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ വരും: എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1, B. അപ്പം ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ ആദ്യമേ ഇട്ട് കൊടുക്കും. അപ്പോൾ Q1 Q2, അപ്പോൾ ഡെൽ ഓഫ് Q1 Q2, B അങ്ങനെ ആയിരിക്കും വരുന്നത്. അതിനുശേഷം B നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് Q1B യൂണിയൻ ഡെൽ ഓഫ് Q2B എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതിനുശേഷം ഡെൽ ഓഫ് Q1Bൻ്റെ വാല്യൂ Q5ഉം ഡെൽ ഓഫ് Q2Bയുടെ വാല്യൂ Q0 ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് Q0 കിട്ടും. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, ആ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് Q0 Q1. അതിനുശേഷം അടുത്തത് നമ്മൾ ഡെൽ ഡാഷ് ഓഫ് Q2A കണ്ടുപിടിക്കും. അപ്പോഴത്തേക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2A എന്ന് പറഞ്ഞ് വരും. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 എന്ന് പറയുന്നത് Q2 തന്നെയാണ്. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് Q2A എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഡെൽ ഓഫ് Q2Aയുടെ വാല്യൂ Q1 ആണ്. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 വരും. Q1ൻ്റെ എപ്സിലോൺ ക്ലോഷർ Q0 Q1 ആണ്. അതിനുശേഷം ഡെൽ ഡാഷ് ഓഫ് Q2B വരും. അപ്പോൾ അതിനകത്ത് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2B എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 ആണ്. പിന്നെ ഡെൽ ഓഫ് Q2B എന്ന് വെച്ച് കഴിഞ്ഞാൽ Q0 ആണ്. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 വരും. അപ്പം നമ്മുടെ ആൻസർ ഡെൽ ഡാഷ് ഓഫ് Q2Bയുടെ ആൻസർ Q0 Q1 Q2 എന്ന് പറഞ്ഞിട്ട് വരും. അതിനുശേഷം നമുക്കിതാ ഈ കിട്ടിയ ട്രാൻസിഷൻസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ NFA വരയ്ക്കും. ഫസ്റ്റിലെ നമ്മൾ Q0, ഇതിനകത്ത് എല്ലാത്തിനകത്തും എങ്ങനെ ഫൈനൽ സ്റ്റേറ്റ് വന്നെന്ന് ഇപ്പോൾ ഒരു ഡൗട്ട് വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് ഇതാ നോക്കി, Q2 ആണ് ഫൈനൽ സ്റ്റേറ്റ്. ഇവിടെ എപ്സിലോൺ ക്ലോഷർ ഓഫ് ബാക്കിയുള്ള Q0യും Q1ഉം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് Q2 വരുന്നുണ്ട്. അതായത് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0യ്ക്കകത്തും എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1-നകത്തും Q2 എന്ന് പറയുന്ന നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് Q0യും Q1ഉം NFA വരയ്ക്കുമ്പോൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കും. അതിനുശേഷം Q0യ്ക്ക് A കൊടുക്കുമ്പം ഏത് വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നതെന്ന് നമ്മൾ ഈ ട്രാൻസിഷനകത്ത് നോക്കും. അതാണ്ട് ഇവിടെ Q0യ്ക്ക് A കൊടുക്കുമ്പം നമുക്ക് Q1 Q2 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഇതിനകത്ത് Q0യ്ക്ക് A കൊടുക്കുമ്പോഴത്തേക്ക് Q1ഉം ഇങ്ങോട്ട് Q2-ലോട്ട് അങ്ങോട്ടാണ് കേട്ടോ ഒരു ആരോ വരുന്നത്, Q2-ലോട്ടും വരയ്ക്കും. പിന്നെ Q0യ്ക്ക് B കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് Q0 കിട്ടും. പിന്നെ Q0യും കിട്ടും Q1ഉം കിട്ടും. പിന്നെ Q1-ന് A കൊടുക്കുമ്പോൾ നമുക്ക് Q1ഉം കിട്ടും Q2ഉം കിട്ടും. Q1-ന് B കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് Q1ഉം കിട്ടും Q2ഉം കിട്ടും. അത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ Q2-ന് A കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് Q1ഉം Q2ഉം കിട്ടും. Q2-ന് B കൊടുക്കുമ്പോൾ നമുക്ക് Q0 കിട്ടും, Q1 കിട്ടും, Q2 കിട്ടും. അപ്പം നമ്മുടെ ആൻസർ ഇങ്ങനെ വരും. ഇതിനകത്ത് Q0-ൽ നിന്ന് Q1-ലോട്ട് ഒരു A പോകുന്നുണ്ട്, അങ്ങനെ വരും. Q0-ൽ നിന്ന് Q1-ലോട്ട് എന്തുവായിരുന്നു വന്നിരുന്നത്? താണ്ടേ ഇവിടെ Q1 Q2 ആണ്. Q0-ൽ നിന്ന് Q2-ലോട്ട് ഒരു Aയും കൂടെ വരുന്നുണ്ട് കേട്ടോ, അത് വരച്ചിട്ടില്ല. അത് ഇതേപോലെ വരും കേട്ടോ. Q0-ൽ നിന്ന് Q2-ലോട്ടും കൂടെ ഒരു A വരും. അപ്പം നമ്മുടെ
എപ്സിലോൺ എൻ എഫ് എനെ നമ്മളിപ്പോൾ എൻ എഫ് എ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്.